നമസ്കാരം. തിരുവനന്തപുരം കോർപ്പറേഷൻ ശാസ്തമംഗലം വാർഡിലെ ബി.ജെ.പി സ്ഥാനാർത്ഥിയായ മുൻ ഡി.ജി.പി ആർ ശ്രീലേഖ ജയിച്ചു. തലസ്ഥാനത്തെ ബി.ജെ.പിയുടെ സർപ്രൈസ് പ്രഖ്യാപനമായിരുന്നു ശ്രീലേഖയുടെ സ്ഥാനാർത്ഥിത്വം. മേയർ എന്ന സാധ്യത പോലും തള്ളാതെയായിരുന്നു ശ്രീലേഖയുടെ പ്രചാരണം. നിലവിൽ ബി.ജെ.പിയുടെ വാർഡാണ് ശാസ്തമംഗലം. ശ്രീലേഖയുടെ സ്ഥാനാർത്ഥിത്വത്തിനൊപ്പം വിവാദങ്ങളും കൂടെ ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണ പോസ്റ്ററുകളിൽ പേരിനൊപ്പം IPS ഉപയോഗിച്ചത് അടക്കമുള്ള വിവാദങ്ങളാണ് ശ്രീലേഖയ്ക്കെതിരെ ഉയർന്നത്. ചട്ടവിരുദ്ധമായ നടപടിയുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി ലഭിച്ചിരുന്നു. മാത്രമല്ല, വോട്ടെടുപ്പ് ദിനത്തിൽ ചട്ടവിരുദ്ധമായി തെരഞ്ഞെടുപ്പ് സർവേ ഫലം പ്രസിദ്ധീകരിച്ചതും വിവാദമാവുകയായിരുന്നു. പോളിംഗ് കഴിയും വരെ പ്രസിദ്ധീകരിക്കരുത് എന്നാണ് ചട്ടം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ LDAക്ക് മുൻതൂക്കമെന്ന സർവേ ഫലമായിരുന്നു ശ്രീലേഖ പങ്കിട്ടിരുന്നത്. ശാസ്തമംഗലത്ത് 26-കാരിയായ R അമൃതയായിരുന്നു ശ്രീലേഖയ്ക്കെതിരെ മത്സരിച്ച CPM സ്ഥാനാർത്ഥി. സരള റാണിയായിരുന്നു UDFന്റെ സ്ഥാനാർത്ഥി. നിലവിൽ BJP തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ലീഡ് ചെയ്യുന്നത്. 13 UDFും 16 LDFും ലീഡ് ചെയ്തിരുന്നു. ശാസ്തമംഗലം വാർഡിൽ നിന്നാണ് NDA സ്ഥാനാർത്ഥിയെ ശ്രീലേഖ വിജയിച്ചത്. LDF സ്ഥാനാർത്ഥിയായ അമൃതയെ തോൽപ്പിച്ചുകൊണ്ടാണ് ശ്രീലേഖ ജയിച്ചത്. റിട്ടയർഡ് DGPയും കേരളത്തിലെ ആദ്യ വനിതയുമായ IPS ഉദ്യോഗസ്ഥയുമായ ശ്രീലേഖ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വിവാദത്തിൽ അകപ്പെടുകയായിരുന്നു. പ്രചാരണത്തിനിടെ പേരിനൊപ്പം IPS എന്നുപയോഗിച്ചത് ചട്ടലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി പരാതി ഉയരുകയായിരുന്നു. പിന്നാലെ തെരഞ്ഞെടുപ്പ് ദിനം വ്യാജ സർവേ ഫലം പ്രചരിപ്പിച്ച് വിവാദത്തിൽപ്പെട്ടു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വൻ മുന്നേറ്റമുണ്ടാക്കി BJP നേതൃത്വത്തിലുള്ള NDA മുന്നേറുകയാണ്. 2020 12 ഗ്രാമപഞ്ചായത്തിലും 2 മുനിസിപ്പാലിറ്റിയിലും മാത്രമാണ് NDAക്ക് ഭരണം ലഭിച്ചിരുന്നത്. കോർപ്പറേഷൻ, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് എന്നിവയിലൊന്നും NDAക്ക് ഭരണം ലഭിച്ചിരുന്നില്ല. എന്നാൽ 5 വർഷത്തിന് ശേഷം ജില്ലാ പഞ്ചായത്ത് ഒഴികെയുള്ള എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും സ്വാധീനമുറപ്പിക്കുകയാണ് BJP. നിലവിൽ 31 ഗ്രാമപഞ്ചായത്തുകളിലാണ് NDA ലീഡ് ചെയ്യുന്നത്. 2 ബ്ലോക്ക് പഞ്ചായത്തുകളിലും 1 മുനിസിപ്പാലിറ്റിയിലും 1 കോർപ്പറേഷനിലും NDA ലീഡ് ചെയ്യുകയാണ്. 45 വർഷത്തോളമായി LDF ഭരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിലവിൽ NDA ആണ് ലീഡ് ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് NDA 28 സീറ്റിലും LDF 15 സീറ്റിലും UDF 12 സീറ്റിലുമാണ് ലീഡ് ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് അനിയാനൂർ പഞ്ചായത്തിൽ NDA ലീഡ് ചെയ്യുന്നുണ്ട്. പത്തനംതിട്ടയിൽ അയിരൂർ, ചെന്നൈക്കര, ചെറുകോൽ എന്നീ പഞ്ചായത്തുകളാണ് NDA ലീഡ്. കോട്ടയത്ത് പൂഞ്ഞാർ, പള്ളിക്കത്തോട് എന്നീ പഞ്ചായത്തുകളിൽ NDA ലീഡ് ചെയ്യുന്നുണ്ട്. കാസർഗോഡ് കുമ്പഡ്ജെ, ബെല്ലൂർ, മീഞ്ച, മംഗലപ്പാടി, കുമ്പള എന്നീ പഞ്ചായത്തുകളിലും NDAക്കാണ് ലീഡ്. ഇതിനിടെ തൃശൂർ കോർപ്പറേഷനിലെ ആദ്യ ജയം BJP സ്വന്തമാക്കി. NDA സ്ഥാനാർത്ഥി രഘു പൂങ്കുന്ന 300 വോട്ടിനാണ് ജയിച്ചത്. ആലപ്പുഴ നഗരസഭയിൽ 2 BJP ജയിച്ചു. പുന്നമടയിൽ TG രാധാകൃഷ്ണൻ, കൊറ്റൻകുളങ്ങരയിൽ GGV എന്നിവരാണ് വിജയിച്ചത്. തൃപ്പൂണിത്തറ നഗരസഭയിൽ 5 സീറ്റുകളിൽ ലീഡ് ചെയ്യുകയാണ്. കണ്ണൂർ കൂത്തുപറമ്പിൽ BJP അക്കൗണ്ട് തുറന്നു. നഗരസഭയിലെ പാലാപ്പറമ്പ വാർഡിൽ BJP സ്ഥാനാർത്ഥി രമിതയാണ് ജയിച്ചത്. രമിത 615 വോട്ട് നേടിയപ്പോൾ CPM സ്ഥാനാർത്ഥി P ഷൈജയ്ക്ക് 271 വോട്ട് മാത്രമാണ് ലഭിച്ചത്. കൽപ്പറ്റയിൽ RJD നേതാവ് ശ്രേയാംസ് കുമാറിന്റെ പുളിയാർമല വാർഡ് BJP നേടി. ശ്രേയാംസ് കുമാറിന്റെ തറവാട് വീടിരിക്കുന്ന പുളിയാർമല വാർഡിൽ BJPയിലെ രഞ്ജിത്താണ് വിജയിച്ചത്. ഷൊർണൂർ നഗരസഭയിൽ 20 വാർഡുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ BJPക്ക് 10 വാർഡുകളിൽ വിജയിക്കാനായി. ഇവിടെ 8 വാർഡ് LDF നേടി. UDFന് 3 സീറ്റാണ് ലഭിച്ചത്.